ഹായ് A01 ലിറ്റ്മോസ്ഫിയർ മോഡ്യൂൾ 2-ൽ നിന്നും കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. എന്താ? മോഡ്യൂൾ 2-ൽ 4 ലെസൺസ് ഉണ്ട്. നമ്പർ 1 ടെഡ് ഹ്യൂസിന്റെ ദ തോട്ട് ഫോക്സ്. നമ്പർ 2 മരിയൻ മൂറിന്റെ പോയിട്രി. നമ്പർ 3 അഗാഥ ക്രിസ്റ്റിയുടെ എക്സെപ്റ്റ്സ് ഫ്രം ആൻ ഓട്ടോബയോഗ്രഫി. നമ്പർ 4 നജീബ് മഹ്ഫൂസിന്റെ ഹാഫ് എ ഡേ. ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള മോഡ്യൂളുകളിൽ ഒരെണ്ണമാണ് ഈ സെക്കൻഡ് മോഡ്യൂൾ. ഒന്ന് നോക്കാം അല്ലേ? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ഹിയർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോക്സ് ആസ് മെൻഷൻഡ് ഇൻ ദ തോട്ട് ഫോക്സ്. ദ തോട്ട് ഫോക്സ് എന്ന കവിതയിൽ പറയുന്ന ഫോക്സ്, അതായത് കുറുക്കന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് ഒന്ന് ചുരുക്കി പറയാമോ? ഇതാണ് ചോദ്യം. ഇത് ബികോം BBA-കാരുടെ ചോദ്യമാണ്. Now, here is the answer. The nose of the fox is delicate and cold like the dark snow. ആ കുറുക്കന്റെ മൂക്ക് വളരെ മൃദുവും തണുത്തതുമായിരുന്നു, ഇരുണ്ട മഞ്ഞ് പോലെ. It touches a twig, a leaf. അത് നിലത്ത് കിടക്കുന്ന ഉണങ്ങിയ മരച്ചില്ലകളിലും ഇലകളിലും മുട്ടുന്ന ശബ്ദം കേൾക്കാം. The poet can see 2 eyes of the fox moving. ആ കുറുക്കന്റെ തിളങ്ങുന്ന 2 കണ്ണുകൾ അനങ്ങുന്നത് കവിക്ക് കാണാം. The fox sets neat footprints in the snow between trees. വൃക്ഷങ്ങളുടെ ഇടയിലുള്ള മഞ്ഞിൽ അതാ കുറുക്കൻ അവന്റെ കാൽപ്പാടുകൾ പതിക്കുന്നു എന്ന് പറഞ്ഞാൽ കവിത ജന്മമെടുക്കാൻ തുടങ്ങി എന്നർത്ഥം. This is the answer. Now, question number 2. Here is the question. In poetry, how does the speaker define people who are really interested in poetry? Poetry എന്ന പാഠത്തിൽ കവിതയിൽ യഥാർത്ഥ താല്പര്യമുള്ള ആളുകളെ കവി എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇത് ബികോം BBA-കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, here is the answer. The speaker says that if you demand the raw material of poetry in all its rawness and that which is genuine, then you are interested in poetry. കവിതയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെ അതിൻ്റെ തനിമയോടുകൂടി കലർപ്പില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കവിതയോട് ഇഷ്ടമുള്ള ആളാണെന്ന് പറയാം. Poetry enables us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ഇഷ്ടപ്പെടാൻ കവിത നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇതാണ് ഉത്തരം. മരിയൻ മൂറിന്റെ പോയിട്രി എന്ന പാഠത്തിലെ ചോദ്യമാണ്. ഈ പാഠത്തിൽ നിന്ന് തന്നെ ഒരു ചോദ്യവും കൂടിയുണ്ട്, ദാ തൊട്ടു പിന്നാലെ. Well, question number 3. Explain the line imaginary gardens with real toads in them. ഇപ്പറഞ്ഞ ആ കവിതയിലെ വരി ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. ഇത് BA BSc-കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, here is the answer. Poetry is real if it contains a balance of imagination and reality. സാങ്കല്പികതയും യാഥാർത്ഥ്യവും തുല്യമായ അനുപാതത്തിൽ ചേർന്ന് വരുമ്പോഴാണ് യഥാർത്ഥ കവിതയുണ്ടാവുന്നത്. The imaginary gardens are the creative part a poet puts into the poem. ചോദ്യത്തിൽ കാണുന്ന വരിയിലെ ഇമാജിനറി ഗാർഡൻസ് എന്ന് പറയുന്ന സംഗതിയാണ് ഒരു കവിതയിൽ കവി പ്രയോഗിക്കുന്ന സർഗാത്മകത, അതായത് ക്രിയേറ്റിവിറ്റി. The real toads are the real parts in a poem. Real toads എന്ന് പറയുന്ന സംഗതി ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന യഥാർത്ഥ സംഗതികളാണ്. Therefore, poetry must be a mix of fancy and reality. അപ്പോ സ്വപ്നം അഥവാ സാങ്കല്പികതയും യാഥാർത്ഥ്യവും കൂടിച്ചേർന്നുണ്ടാവുന്ന ഒന്നാണ് കവിത എന്നർത്ഥം. Well, this is the answer. Now, the last short answer question from module 2. Here is the question. What are the features of the murderers in Agatha Christie's stories? Agatha Christieയുടെ അപസർപ്പക കഥകളിലെ കൊലയാളികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം. Now, here is the answer. The murderer must be rather sinister looking. അഗാഥ ക്രിസ്റ്റിയുടെ കൊലയാളികളെ കണ്ടാൽ അറിയാം, ഒരു ദുഷ്ടനായ പിശാചിനെ പോലിരിക്കും. He would also have a black beard. പോരാഞ്ഞിട്ട്
നല്ല കറുത്ത കട്ട താടിയും. എന്താ പോരെ? Well, this is the answer. These are the short answer questions. Now, let us take a look at the paragraph questions. Paragraph question number 1. Here is the question. How does Hughes develop the connection between the process of creative writing and the image of a fox creeping through the forest in The Thought Fox? The Thought Fox എന്ന കവിതയിൽ അർദ്ധരാത്രിയിൽ വനാന്തരത്തിലൂടെ കുറുക്കൻ ഇഴഞ്ഞു വരുന്നതിനെ കവിയുടെ സർഗാത്മക രചന പ്രക്രിയ, അതായത് കവിത എഴുതുന്നതുമായി ടെഡ് ഹ്യൂസ് എന്ന കവി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഒന്ന് ചുരുക്കി വിവരിക്കാമോ? ഇതാണ് ചോദ്യം. ഓർക്കണം, ഇതും ബികോം BBAക്കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, here is the answer. In the poem The Thought Fox, Ted Hughes beautifully develops the connection between the process of creative writing and the image of a fox creeping through the forest. ഈ കവിതയിൽ ടെഡ് ഹ്യൂസ് എന്ന കവി ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെ തമ്മിൽ, അതായത് വനത്തിലൂടെ കുറുക്കൻ ഇഴഞ്ഞു വരുന്നതിനെ കവിയുടെ മനസ്സിൽ കവിത വിരിഞ്ഞ് ഒരു പുതിയ കവിത ജന്മമെടുക്കുന്നതുമായി നല്ല സുന്ദരമായി ബന്ധിപ്പിക്കുന്നതായി നമുക്ക് കാണാം. The poet is sitting alone to write a poem. കവിത എഴുതാൻ വേണ്ടി കവി ഇതാ തനിച്ചിരിക്കുന്നു. It is midnight and the sky is starless. അർദ്ധരാത്രിയാണ് സമയം. ആകാശത്ത് നക്ഷത്രങ്ങളൊന്നുമില്ല, നല്ല കുറ്റാക്കുറ്റിരുട്ട്. He looks through the window but nothing is visible. ജനാലയിലൂടെ അദ്ദേഹം പുറത്തേക്കൊന്ന് നോക്കുന്നു, ഒന്നും കാണുന്നില്ല, നല്ല വിജനം. His mind is like a dark forest where nothing is clear. അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു ഇരുണ്ട വനത്തെ പോലെയാണ്, ശൂന്യം. ഇനിയും കവിത മനസ്സിൽ വിരിഞ്ഞിട്ടില്ല എന്നർത്ഥം. Then he sees something moving. It is a fox. ദാ തൊട്ടു പിന്നാലെ കാട്ടിൽ എന്തോ അനങ്ങുന്നു. അതെ, കുറുക്കൻ തന്നെ, കവിതയാകുന്ന കുറുക്കൻ മനസ്സാകുന്ന വനത്തിൽ. The cold, delicate nose of the fox touches a twig, a leaf. ആ തണുത്ത മൃദുവായ കുറുക്കന്റെ മൂക്ക് വനത്തിൽ നിലത്ത് കിടക്കുന്ന ഉണങ്ങിയ മരച്ചില്ലകളിലും ഇലകളിലുമൊക്കെ മുട്ടുന്ന ശബ്ദം. He can see two eyes moving. അതാ കവിക്ക് കാണാം, എന്ത്? രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ മെല്ലെ അനങ്ങുന്നു. As the fox approaches, its paws make a clear print in the dark snow of the poet's imagination. ആ കുറുക്കൻ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് അതിൻ്റെ കാൽപാദങ്ങൾ കൊണ്ട് കവിയുടെ മനസ്സാകുന്ന ആ ഇളം മഞ്ഞിൽ മുദ്രകൾ പതിക്കുന്നു, കാൽപ്പാടുകൾ. The fox is inspiration and the footprints are the verses. കുറുക്കൻ എന്ന് പറയുന്നത് കവിത എഴുതാനുള്ള പ്രചോദനമാണ്, മനസ്സിൽ വിരിയുന്ന കവിതയാണ്. മഞ്ഞിൽ പതിഞ്ഞ കാൽപ്പാടുകൾ പുസ്തകത്താളുകളിൽ പിറന്ന കാവ്യമാണ് കവിത. The poem is complete. അങ്ങനെ അതാ ഒരു പൂർണ്ണമായ കവിത പിറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഉത്തരം. Now, paragraph question number 2. ഇത് poetry എന്ന പാഠത്തിൽ നിന്നാണ്. Take a look at the question. According to Marian Moore, what are the possible ways to analyze one's interest in poetry? ഒരു വ്യക്തിയുടെ കവിതയിലുള്ള താല്പര്യത്തെ വിശകലനം ചെയ്യാൻ പറ്റിയ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ കവിയായ മറിയൻ മൂർ പറയുന്നത്. ഇതാണ് ചോദ്യം. മറിയൻ മൂർ speaks about the possible ways to analyze one's interest in poetry. ഇപ്പറഞ്ഞ കാര്യത്തിനുള്ള മാർഗങ്ങളെ പറ്റിയാണ് നമ്മുടെ കവി വിശദമായി പ്രതിപാദിക്കുന്നത്. At the same time, she also warns against half poets who are not able to write or appreciate genuine poetry. അതേസമയം യഥാർത്ഥ കവിത എഴുതാനോ ആസ്വദിക്കാനോ കഴിവില്ലാത്ത ഈ മുറിവൈദ്യന്മാരെ പോലെയുള്ള അരക്കവികളെ സൂക്ഷിക്കണമെന്നും അവർ പറയുന്നുണ്ട്. The poet wishes to find poets who create imaginary gardens with real toads in them.
അതായത് ഇമാജിനറി ഗാർഡൻസ് എന്ന് പറയുന്ന കവിയുടെ സർഗാത്മകതയും റിയൽ ടോഡ്സ് എന്ന് പറയുന്ന യാഥാർത്ഥ്യവും ഒന്നിച്ചു ചേർന്നുണ്ടാവുന്ന കവിതകൾ, ഇത്തരത്തിലുള്ള കവിതകൾ രചിക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. She says, if you demand the raw material of poetry in all its rawness and that which is genuine, then you are interested in poetry. കവി പറയുന്നു, കവിതയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെ അതിന്റെ തനിമയോടുകൂടി കലർപ്പില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കവിത ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയാം. Poetry enables us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ഇഷ്ടപ്പെടാൻ കവിത നമ്മളെ സഹായിക്കുന്നു. ഇതാണ് ഉത്തരം. Now, paragraph question number 3. Here is the question. Write a note on Hercule Poirot. Hercule Poirot എന്ന അഗത ക്രിസ്റ്റിയുടെ പ്രസിദ്ധനായ ഡിറ്റക്റ്റീവിനെ കുറിച്ച് ഒരു ചെറു കുറിപ്പ് എഴുതാമോ? ഇതാണ് ചോദ്യം. ഇത് BA BSc കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, here is the answer. Hercule Poirot is a fictional Belgian detective created by Agatha Christie. Agatha Christie സൃഷ്ടിച്ച ഒരു സാങ്കല്പിക ബെൽജിയൻ ഡിറ്റക്റ്റീവ് ആണ് Hercule Poirot. He appears in 33 novels, 2 plays and 51 short stories. ഇപ്പറഞ്ഞ അത്രയും നോവലുകളിലും കഥകളിലും ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. He is a meticulous inspector, a tidy little man with good knowledge about crime. അതീവ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടർ, ഒരു കുഞ്ഞു മനുഷ്യൻ, കുറ്റകൃത്യങ്ങളെപ്പറ്റി നല്ല ജ്ഞാനം. Hercule is a modified form of Hercules with a last name Poirot. Hercules എന്ന പേര് ഒന്ന് പരിഷ്കരിച്ച് Hercule, അതിനോടുകൂടി Poirot എന്ന സർനെയിം കൂട്ടിച്ചേർത്തപ്പോൾ Hercule Poirot. He is a world-renowned mustachioed man. ലോകപ്രസിദ്ധനാണ് ഈ നല്ല മീശക്കാരൻ. He is unsurpassed in his intelligence and understanding of the criminal mind. അപാര ബുദ്ധി സാമർഥ്യം, കുറ്റവാളികളുടെ മനസ്സിനെ പറ്റി നല്ല ബോധ്യം. He dresses very precisely and takes utmost pride in his appearance. അദ്ദേഹത്തിന്റെ വേഷവിധാനം വളരെ മികവുറ്റതാണ്. തന്നെയുമല്ല, വേഷക്കാര്യത്തിൽ അദ്ദേഹത്തിന് തികഞ്ഞ അഭിമാനമാണ്. His mustache has a character of its own. തന്റെ മീശയ്ക്ക് അതിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. Poirot uses psychology and his extensive knowledge of human nature to find out the criminals. മനഃശാസ്ത്രവും മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റിയുള്ള തന്റെ അറിവുമാണ് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്നത്. Well, this is the answer. അടുത്ത രണ്ട് ചോദ്യങ്ങൾ half a day എന്ന ലെസണിൽ നിന്നാണ്. Here is question number 4. The title half a day carries two edges of life. Explain. Half a day എന്ന പേര് ജീവിതത്തിന്റെ രണ്ട് വശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് വിശദീകരിക്കാമോ? ഇത് BCom BBA കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, here is the answer. The title half a day carries two edges of life. അതെ, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി ഈ ഹാഫ് എ ഡേ എന്ന ടൈറ്റിൽ ജീവിതത്തിന്റെ രണ്ട് വശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. The story is an allegory. ഒരു രസകരമായ കഥയിലൂടെ മറ്റൊരു ഗുണപാഠ കഥ നമ്മളോട് പറയുന്ന ഒരു കഥയാണ് Allegory. ഈ കഥ ഒരു അലിഗറിയാണ്. The narrator begins the day as a young boy entering school for the first time. ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ആദ്യ ദിവസം ഇങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത്. He leaves the schoolyard an old man in only half a day. അന്ന് വൈകിട്ട് സ്കൂൾ വളപ്പിൽ നിന്നും പുറത്തു വരുമ്പോൾ താൻ ഒരു വൃദ്ധനായി കഴിഞ്ഞിരിക്കുന്നു, വെറും അര ദിവസം കൊണ്ട്. The boy is happy at school. സ്കൂളിൽ കുട്ടി വളരെ സന്തോഷവാനാണ്. Boys and girls meet and make friends. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കണ്ടുമുട്ടുന്നു, സൗഹൃദം സ്ഥാപിക്കുന്നു. There is entertainment, music, language, food and nap. സ്കൂളിൽ ധാരാളം വിനോദങ്ങളുണ്ട്, സംഗീതം, ഭാഷാ പഠനം,
ആഹാരം, ഉച്ചയുറക്കം എന്ന് വേണ്ട എല്ലാമുണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഡാർക്കർ സൈഡ് ആസ് വെൽ. എന്നാൽ ഈ പറഞ്ഞതിനൊക്കെ ഒരു മറുവശമുണ്ട്. ഡസ്റ്റ് ലേഡൻ വിൻഡ്സ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡന്റ്സ് അക്കർ. പൊടിക്കാറ്റും പ്രതീക്ഷിച്ചിരിക്കാതെ അപകടങ്ങളും ഒക്കെയുണ്ട്. സോ they should be watchful and patient. അതുകൊണ്ട് അതീവ ശ്രദ്ധയുണ്ടാവണം, ക്ഷമയും വേണം. Rivalries bring pain, hatred and fighting. പ്രതിയോഗികളുമായുള്ള മത്സരം നമുക്ക് വേദന, വിദ്വേഷം, അടിപിടി തുടങ്ങിയ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കും. The lady gives both carrot and stick. സ്കൂളിലെ മാഡം അടിയും കൊടുക്കും, ഒപ്പം ഉമ്മയും കൊടുക്കും. ഇതാണ് ഉത്തരം. Well, this is the answer. Now, the last paragraph question. Have a look at the question. How does Mahfouz present the passing of time in half a day? ഈ half a day എന്ന കഥയിലൂടെ ഇക്കാലം കടന്നു പോകുന്നതിനെ മഹ്ഫൂസ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇത് BA BSc-കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, take a look at the answer. Half a day by Najib Mahfouz is an allegory that describes the life cycle of a man. ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ അര ദിവസം, ഹാഫ് എ ഡേ എന്ന കഥയിലൂടെ മനുഷ്യന്റെ ജീവിത ചക്രത്തിന്റെ മറ്റൊരു കഥ വരച്ചു കാട്ടുന്ന ഒരു അലിഗറിയാണ് നജീബ് മഹ്ഫൂസിൻ്റെത്. ഇൻ ദ മോർണിംഗ് എ ഫാദർ ഈസ് വാക്കിംഗ് എ ലിറ്റിൽ ബോയ് ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. സ്കൂളിന്റെ ആദ്യ ദിവസം ആദ്യമായി കുട്ടിയെയും കൂട്ടി അച്ഛൻ സ്കൂളിലേക്ക് നടക്കുന്നു രാവിലെ. ദ ബോയ് ബിക്കംസ് നെർവസ്. കുട്ടിക്ക് ചെറിയ പരിഭ്രമം. അറ്റ് സ്കൂൾ he realizes that the new stage of their life involves hard work and frustration. ഈ പുതിയ ജീവിതഘട്ടം കഠിനാധ്വാനവും നിരാശയും ഒക്കെ നിറഞ്ഞതാണെന്ന് സ്കൂളിൽ ചെന്നപ്പോൾ അവൻ മനസ്സിലാക്കുന്നു. In the evening, the boy comes out of school. വൈകിട്ട് കുട്ടി സ്കൂൾ വിട്ട് പുറത്തു വരുന്നു. His father is not there. സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തെത്തിയപ്പോൾ അവന് മനസ്സിലായി അച്ഛൻ അവിടെ ഇല്ലെന്ന്. He finds that the city has changed. അവൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സിലാകുന്നു സ്ഥലങ്ങളൊക്കെ ആകെ മാറിയിരിക്കുന്നു. He finds that he is unable to cross a busy street. ആ റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടി അവൻ കാത്തു നിൽക്കുന്നു. പക്ഷേ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്ര തിരക്ക്. He wonders when he would be able to cross. എന്നെങ്കിലും ഈ നഗരവീഥി ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. The narrator begins the day as a little boy entering school. ദിവസത്തിന്റെ തുടക്കത്തിൽ ഒരു കൊച്ചു കുട്ടി ആദ്യമായി സ്കൂളിലേക്ക് പിച്ച് വെച്ച് പോകുന്നു. But leaves as an old man in half a day. വൈകിട്ട് സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നതോ ഒരു പടുവൃദ്ധൻ in half a day. ഇതാണ് കഥ. Friends, these are the 5 paragraph questions. ഇനി ഈ മോഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുള്ള 2 എസ്സേകൾ, രണ്ടും കവിതയുടെ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. Essay question number 1. Consider the thought fox as a poem about the process of creative writing. കവിയുടെ സർഗാത്മക സൃഷ്ടി, അതായത് കവിതാ രചന എന്ന പ്രക്രിയ, അതിനെ പറ്റിയുള്ള ഒരു കവിതയാണ് The Thought Fox. ഇത് ഒന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം BA BSc-കാർക്കുണ്ടായിരുന്നതാണ്. Well, here is the answer. The poem The Thought Fox by Ted Hughes is about inspiration and the process of creative writing. അതെ, ടെഡ് ഹ്യൂസിന്റെ The Thought Fox എന്ന കവിത കവിയുടെ മനസ്സിൽ കവിത ജന്മമെടുക്കുന്നത് എങ്ങനെയാണ്, ആ പ്രക്രിയ എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഈ കവിത. Well, this is paragraph number 1. Now, take a look at paragraph number 2. It is a silent, starless night. ഒച്ചയും അനക്കവുമൊന്നുമില്ലാത്ത, നക്ഷത്രങ്ങൾ പോലും ഇല്ലാത്ത ഒരു അർദ്ധരാത്രി. The poet is sitting alone at his desk. സ്വന്തം മേശക്കരികിൽ കവി ഇതാ
ഏകാന്തനായിരിക്കുന്നു. ഹിസ് മൈൻഡ് ഇസ് ബ്ലാങ്ക്. ഒഴിഞ്ഞ മനസ്സ്. ആ കവി മനസ്സിൽ ഒന്നുമില്ല. ഹിസ് ഫിംഗേഴ്സ് ആർ ജസ്റ്റ് മൂവിങ് ഓൺ എ ബ്ലാങ്ക് പേപ്പർ. ഒന്നും എഴുതാത്ത ഒരു വെള്ളക്കടലാസിൽ കവിയുടെ കൈവിരലുകൾ ചെറുതായി ചലിക്കുന്നു. ഹി ഇമാജിൻസ് ദ മിഡ് നൈറ്റ്സ് മോമെന്റ് ആസ് എ ഫോറസ്റ്റ്. ഈ പാതിരാത്രി സമയം ഒരു വനമായി കവി സങ്കല്പിക്കുന്നു. ദ പോയിറ്റ് സെൻസസ് ദാറ്റ് സംതിങ് എൽസ് ഈസ് എലൈവ്. താൻ മാത്രമല്ല ഇവിടെ, മറ്റെന്തോ കൂടി ഈ അർദ്ധരാത്രിയിൽ ഉണർന്നിരിപ്പുണ്ടെന്ന് കവിക്ക് തോന്നുന്നു. സംതിങ് ഈസ് എൻറ്ററിങ് ദ ലോൺലിനെസ്. ആ ഏകാന്തതയിലേക്ക് മറ്റെന്തോ കൂടി കടന്നു വരുന്നു. അറ്റ് ദി ഓഡ് ടൈം ഓഫ് മിഡ് നൈറ്റ് ദ പോയിറ്റ് ഫീൽസ് ദാറ്റ് ആൻ ഐഡിയ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ഹിസ് ബ്രെയിൻ. ഈ കൊടും പാതിരായ്ക്ക് കവിക്ക് ഒരു തോന്നൽ. എന്താ അത്? അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഇരുളിൽ എന്തോ ഒരു ആശയം ജന്മമെടുക്കുന്നു. This is paragraph number 2. Now friends, take a look at paragraph number 3. In the silent night, when the poet's mind is blank, he sees the fox's nose and eyes. ആ നിശബ്ദ രാത്രിയിൽ ഒഴിഞ്ഞ ശൂന്യമായ മനസ്സുമായി കവി ഇരിക്കുമ്പോൾ നമ്മുടെ ആ കുറുക്കന്റെ തിളങ്ങുന്ന കണ്ണും മൃദുലമായ മൂക്കും കവി കാണുന്നു. The fox's nose touches twig leaf. അതിന്റെ മൂക്ക് ചുള്ളിക്കമ്പുകളിലും ഉണക്ക ഇലകളിലും മുട്ടുന്ന ശബ്ദം. The fox coldly and delicately moves in the darkness. നിശ്ചയദാർഢ്യത്തോടു കൂടി വളരെ മൃദുവായി നമ്മുടെ കുറുക്കൻ ആ ഇരുളിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങുന്നു. It remains half hidden at the beginning. തുടക്കത്തിൽ പകുതി മറഞ്ഞാണ് അതിന്റെ ഇരിപ്പ്. But then it moves forward. അതിനുശേഷമോ മെല്ലെ മുന്നോട്ട് നീങ്ങുന്നു. We see the widening and deepening eye making things clearer to the poet. വികസിച്ചു വരുന്ന ആഴമേറിയ അതിന്റെ കണ്ണുകൾ നമുക്ക് കാണാം. അങ്ങനെ കവിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. Well, this is paragraph number 3. Now take a look at paragraph number 4. Gradually the fox emerges out of its formlessness. അങ്ങനെ മെല്ലെ മെല്ലെ കുറുക്കന്റെ രൂപം തെളിഞ്ഞു വരുന്നു. The poet speaks about the sudden sharp hot sting of fox. ആ വന്യജീവിയുടെ പെട്ടെന്നുള്ള ആ ചൂടുള്ള രൂക്ഷഗന്ധം ഉടൻ തന്നെ കവിക്ക് അനുഭവപ്പെടുന്നു. It is the completion of the work of creation, the birth of a beautiful poem. സർഗാത്മക സൃഷ്ടിയുടെ പൂർണ്ണതയാണത്. അതായത് ഒരു സുന്ദരമായ കവിത കവിയുടെ മനസ്സിൽ ജന്മമെടുത്തിരിക്കുന്നു. The poet has been able to write the poem as the fox is soon visible. കുറുക്കൻ പൂർണ്ണമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ കവിത കടലാസിലും തെളിഞ്ഞു എന്നർത്ഥം. The poem has been printed on to the page. അതെ, കവിത കടലാസിൽ ആലേഖനം ചെയ്യപ്പെട്ടു. Friends, this is paragraph number 4. Now, here is the last paragraph. Ted Hughes tells us that writing a poem is not easy. കവി നമ്മോട് പറയുന്നു എന്ത്? ഈ കവിത എഴുതുന്ന പരിപാടി അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. At the start, his mind is blank. തുടക്കത്തിൽ കവിയുടെ മനസ്സ് വെറും ശൂന്യമാണ്. However, as he concentrates, ideas start coming in. എന്നാൽ അദ്ദേഹം മനസ്സ് കൂടുതൽ ഏകാഗ്രമാക്കുന്നു. അങ്ങനെ കവിത എഴുതാൻ വേണ്ടതായ ആശയങ്ങൾ ഒന്നൊന്നായി കവിയുടെ മനസ്സിൽ വന്നു നിറയുന്നു. The fox is a symbol of thought. The thought fox. ഈ കണ്ട നമ്മുടെ കുറുക്കൻ ഈ ആശയമാണ്, ചിന്തകളാണ്, കവിതയാണ്. The thought fox, അതായത് ചിന്തയാകുന്ന കവിതയാകുന്ന കുറുക്കൻ. The window is starless still. ജനാലയിലൂടെ നോക്കുമ്പോൾ ആകാശം ഇപ്പോഴും ഇരുണ്ടു തന്നെ, നക്ഷത്രങ്ങളൊന്നുമില്ല. The clock ticks. ക്ലോക്ക് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. The page is printed. കവിയുടെ കയ്യിലുണ്ടായിരുന്ന
ശൂന്യമായ കടലാസ് ദാ കവിത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആൻഡ് എ poem ഈസ് born. അങ്ങനെ ആ രാത്രിയിൽ ഒരു കവിത ജന്മമെടുത്തു. Now the last essay question from module number 2, that is essay number 2, poetry എന്ന പാഠത്തിൽ നിന്നും. Here is the question. Poetry is a manual for readers to analyze their interest in poetry. Explain. വായനക്കാർക്ക് അവരുടെ കവിതയിലുള്ള താല്പര്യത്തെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ലഘു പുസ്തകം പോലെയാണ് മറിയൻ മൂറിന്റെ പോയിട്രി. ഇതൊന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. ഇത് ബികോം BBAക്കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now here is the answer. Paragraph number 1. Marian Moore is an American modernist poet. Marian Moore ഒരു അമേരിക്കൻ ആധുനികവാദിയായിട്ടുള്ള കവിയാണ്. Written in a conversational tone, the poem titled Poetry is a manual for readers to analyze their interest in poetry. ഒരു സംഭാഷണ ശൈലിയിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് പോയിട്രി. വായനക്കാർക്ക് അവരുടെ കവിതയിലുള്ള താല്പര്യത്തെ ഒന്ന് വിലയിരുത്താൻ സഹായിക്കുന്ന മാർഗരേഖകൾ അടങ്ങിയ ഒരു കൈപ്പുസ്തകം പോലെയാണ് ഈ കവിത. Well, this is paragraph number 1. Now, paragraph number 2. The poem begins with the expression, I too dislike it. That is, the poet too dislikes poetry. എനിക്കും അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഈ കവിത തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ കവിക്കും കവിത ഇഷ്ടമല്ലെന്ന്. Then the poet tells us why many people dislike poetry. പല ആളുകൾക്കും കവിത ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ പറയുന്നു. She compares poetry to a fiddle. നമ്മുടെ കവി പറയുന്നു കവിത ഫിഡിൽ, അതായത് വയലിൻ എന്ന സംഗീത ഉപകരണം പോലെയാണെന്ന്. Poetry might seem worthless as it deals with simple things in life. ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് കവിത ഒരു പ്രയോജനവുമില്ലാത്ത സാധനമാണെന്ന് തോന്നിയേക്കാം. The language of poetry can be ambiguous. കവിത എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവ്യക്തത ഉണ്ടായേക്കാം. But Moore says that poetry has a genuine space. എന്നാൽ മറിയൻ മൂർ പറയുന്നത് കവിതയ്ക്ക് ഈ ലോകത്ത്, ഈ ജീവിതത്തിൽ ശരിയായ ഒരു സ്ഥാനമുണ്ടെന്നാണ്. It is understood by genuine readers. ശരിയായ വായനക്കാർ കവിത വായിക്കുകയും മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്യും എന്ന് അവർ പറയുന്നു. This is paragraph number 2. Now take a look at paragraph number 3. The language of poetry is intense and honest. കവിതയുടെ ഭാഷ തീവ്രവും സത്യസന്ധവുമാണ്. Poetry doesn't discriminate. കവിതയ്ക്ക് വിവേചനമില്ല. It just helps readers to think about the simplest unnoticed side of life. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന, അധികമാരും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ജീവിതത്തിലെ സംഭവങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ കവിത നമ്മളെ സഹായിക്കുന്നു. This may not sound interesting to intellectuals or literary critics. ഇപ്പറഞ്ഞ കാര്യം ഒരു പക്ഷേ ബുദ്ധിജീവികൾക്കും സാഹിത്യ നിരൂപകർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. But it can influence genuine readers who can appreciate these qualities. എന്നാൽ ഇപ്പറഞ്ഞ സവിശേഷതകൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വായനക്കാരെ കവിത സ്വാധീനിച്ചേക്കും. Poetry helps to perceive things clearly. കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്നതിന് കവിത നമ്മളെ സഹായിക്കുന്നു. It also helps people to hold on to life. ജീവിതത്തെ സ്നേഹിക്കാനും മുറുകെ പിടിക്കാനും കവിത നമ്മളെ സഹായിക്കുന്നു. Poetry enables us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ഇഷ്ടപ്പെടാൻ കവിത നമ്മളെ സഹായിക്കുന്നു. Well, this is paragraph number 3. Now, here is the last paragraph. Moore also warns the readers against half poets who are not able to write or appreciate genuine poetry. യഥാർത്ഥ കവിത എഴുതാനോ ആസ്വദിക്കാനോ കഴിയാത്ത ഈ ഛോട്ട കവികളെ
സൂക്ഷിക്കണമെന്ന് മൂർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. The poet wishes to find poets who create imaginary gardens with real toads in them. ഇമാജിനറി ഗാർഡൻസും റിയൽ ടോഡ്സും, അതായത് കവിയുടെ സർഗാത്മക സൃഷ്ടിയും യാഥാർത്ഥ്യവും, ഇത് രണ്ടും ശരിയായ അനുപാതത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്ന കവിതകൾ. ഇത്തരം നല്ല കവിതകൾ രചിക്കുന്ന ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കണം. She says, if you demand the raw material of poetry in all its rawness, then it shows that you are interested in poetry. കവിതയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെ അതിന്റെ എല്ലാ തനിമയോടും കൂടി കലർപ്പില്ലാതെ ശുദ്ധമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കവിത ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയാം. ഇതാണ് ഉത്തരം. Well, this is the answer. ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കുള്ള മോഡ്യൂൾ 2-ന്റെ കോൺട്രിബ്യൂഷൻ ഇതാണ്. Thank you for watching this video. I'll see you soon with another video. Till then, bye bye.